റിപ്പോർട്ട് ബ്രേക്കിംഗ്. KPCC പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. അതിവേഗത്തിൽ പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം. മുതിർന്ന നേതാക്കളുമായി KPCC അധ്യക്ഷൻ കൂടിക്കാഴ്ച പൂർത്തിയായി. സാധ്യതാ പട്ടികയുമായി നേതാക്കൾ ദില്ലിയിലേക്ക് പോകും. DCC പുനഃസംഘടനയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് DCC പുനഃസംഘടന ദോഷകരമാകുമെന്നാണ് വിലയിരുത്തൽ. ആർ ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ ഋഷിപാൽ, അങ്ങനെ മാറ്റിവെച്ച KPCC പുനഃസംഘടന ഇപ്പോൾ തീരത്തോടടുക്കുകയാണോ? പക്ഷേ ഒട്ടേറെ ആശങ്കകൾ ഉണ്ടെന്ന് തോന്നുന്നു ചില നേതാക്കൾക്ക്. അരുൺകുമാർ, പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ വേഗത്തിൽ KPCC പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തീരുമാനമെടുത്തതാണ്. അതുകൊണ്ടാണ് KPCC അധ്യക്ഷൻ തന്നെ മുൻകൈയെടുത്ത് വളരെ നേരത്തെ മുതിർന്ന നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം തന്നെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. നിലവിലെ കമ്മിറ്റിയിലെ നന്നായി പെർഫോം ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിയുള്ള ഒരു പുനഃസംഘടനയാണ് നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയും ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചതും. അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ മാറ്റിയാൽ പുതിയ നേതൃത്വം അവർക്ക് എത്രത്തോളം ഈ സംഘടനാ പ്രവർത്തനം നേരത്തെയുള്ളതെന്ന് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു സംശയവുമുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം വൈകുന്നത്. പക്ഷേ KPCC പുനഃസംഘടന ഒരു ജംബോ കമ്മിറ്റി അല്ലാത്ത ഒരു പൂർണ്ണ കമ്മിറ്റി എത്രയും പെട്ടെന്ന് അത് നിയമിക്കുക എന്ന തീരുമാനമാണ്. സാധ്യതാ പട്ടിക തയ്യാറാക്കിയാൽ തൊട്ടു പിന്നാലെ തന്നെ ദില്ലിയിൽ പോയി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തി തീരുമാനം പ്രഖ്യാപിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ആ കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നിലവിൽ പെർഫോം ചെയ്യുന്നവരെ ഒഴിവാക്കാൻ പാടില്ല എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. ഭൂരിഭാഗം ആളുകളും സംഘടനയിൽ നിർജ്ജീവമല്ല എന്ന അഭിപ്രായം ഉയർന്നതാണ്. അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു കമ്മിറ്റിയാണ് KPCC നേതൃത്വം ആലോചിക്കുന്നത്. ഇന്നും നാളെയും ഒക്കെയായി തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്.